ഹലോ, ഗുഡ് മോർണിംഗ്. പോണ്ടേ ടൂറ്? ഗാർഡനിൽ പോവാ. അവിടെ കൊറേ പരിപാടികളുണ്ട് ആ ഗാർഡനിൽ തന്നെ. ഉണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നലെ ഞങ്ങൾ വരുന്ന വഴിക്ക് മിസോറിയിൽ സ്റ്റേ ചെയ്യാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു. അധികം ദൂരം വണ്ടി ഓടിക്കേണ്ടെന്നായിരുന്നു ആദ്യം പ്ലാൻ. പക്ഷെ അവിടുന്ന് ഞങ്ങൾ വീണ്ടും വണ്ടി ഓടിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് കെൻറ്റക്കി സ്റ്റേറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇല്ലിനോയി സ്റ്റേറ്റിൽ നമ്മൾ സൈഡ് അത് പറഞ്ഞാൽ ജസ്റ്റ് അതിനുള്ളിലേക്ക് കടന്നിറങ്ങി. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ യാത്ര. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഇപ്പോൾ എത്തിക്കുന്നത് നാഷ്വില്ലിലാണ്, ടെന്നസിയിലുള്ളത്. ഇനി ഞങ്ങൾ ഇന്ന് പോകാൻ പോണത് ഇതിപ്പോൾ രാവിലെ സമയം 7:57. ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള ഹോട്ടലുകളാണ് ബുക്ക് ചെയ്യുക. അപ്പോൾ രാവിലെ ഞാൻ വേണ്ടി പിന്നെ നടക്കട്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുക വേഗം. എന്നിട്ട് ഇവിടുന്ന് ഒരു 9 മണി നമ്മൾക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് നാഷ്വില്ലിൽ നിന്ന് നമ്മൾ ചാറ്റിനൂഗ എന്ന് പറഞ്ഞിട്ട് ടെന്നസിയിലുള്ള വേറെ സ്ഥലത്തേക്ക് പോകും. അവിടെയാണ് ഈ റോക്ക് സിറ്റി ഉള്ളത്. ആ റോക്ക് സിറ്റി കാണാനാണ് ഫസ്റ്റ് ഞങ്ങളുടെ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് സമയം നോക്കിയിട്ട് ഇവിടെ റൂബി ഫോൾ അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇന്നും 2 ദിവസം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനുള്ള പരിപാടിയാണ്. നാളെ ഇവിടുന്ന് പോകും. നാളെ ഇന്ന് എന്തായാലും ഇവിടെ ഉണ്ടാവും ചാറ്റിനൂഗയിൽ. അപ്പോൾ അവിടുത്തെ നല്ല വിശേഷങ്ങളുള്ള നല്ല വീഡിയോസ്, ഈ റോക്ക് സിറ്റിയിൽ എന്തൊക്കെയുള്ള നല്ല രീതിയിലുള്ള വീഡിയോസ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടമായിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നിട്ട് ബാക്കി. ഇന്നലെ നമ്മൾ നിന്ന ഹോട്ടലിൽ നിന്ന് നമ്മളിത് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് സമയമില്ല, വേഗം വണ്ടി എടുത്ത് പോവാറായി. ഫുഡ് കഴിക്കാൻ വന്നാണ്. ഇതാണല്ലോ ബണ്ണ് പോലത്തെ ഇതെന്താ സാധനം? ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡും ഇത് ഐറ്റംസ്. ഇത് ഓട്സ് ആണ്. ആപ്പിൾ ഉണ്ട്. പിള്ളേരെത്തി. എടാ മോർണിംഗ്. വാഫിൾസ് മേക്കിംഗ് ആണ്. പിള്ളേരുടെ ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഞാനൊരു മുട്ട എടുത്തു. ഇതാണ് നമ്മുടെ ഭക്ഷണം. നന്നായിട്ട് ജ്യൂസ് എടുത്തു. ഇത് സ്ട്രോബെറിയുടെ ജാമുണ്ട്. നമ്മൾ 2 ബ്രെഡ് എടുത്തിട്ട് അതിൽ ജാം സെറ്റ് ചെയ്യാം. അമ്മൂലിയുടെ വിഷമം തണുത്ത മുട്ട വെച്ചോണ്ടാ. മുട്ട തണുത്തതാ അല്ലേ രാമി? പോവല്ലേ നമുക്ക്? നീ കാറിൽ പോവാം. എന്താ ചെയ്യണേ? മേക്കപ്പ് ഇടുക. എന്റെ മേക്കപ്പ്. ഓ വേണ്ടല്ലോ അത്. എന്റെ അമ്മേ, അടിപൊളി സെറ്റാണല്ലോ മേക്കപ്പ് സെറ്റ്. ആണോ? നാട്ടെ മുഖം ഇവിടെ നോക്ക്. അങ്ങനെ റോഷേട്ടപ്പം വരുന്നുണ്ട്. ഷെഡിന്റെ റൂമിൽ നിന്ന് റോഷേട്ട ഒരു പെട്ടി കൂടി കൊണ്ടുവരണ്ട്. കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങാൻ 20 മിനിറ്റിനുള്ളിൽ ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി 1 മണിക്കൂർ 34 മിനിറ്റ് ആണ് നമുക്ക് ആ സ്ഥലത്ത് റോക്ക് സിറ്റിക്കുള്ളത്. അത് എങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണോ? ചെവിയുടെ ചാൻസ് ഉണ്ട് കേട്ടോ എല്ലാവരും. അങ്ങനെ നമ്മളിത് ഇവിടെ ഒരു മെക്ഡിയിൽ കയറിയൊക്കെയാണ്. നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ വണ്ടി ഓടിച്ച സ്ഥലം. ഉച്ചത്തെ ലഞ്ചിനുള്ള കുറച്ച് വാങ്ങണം ഫുഡ്. സമയം ഏകദേശം 12:14 സമയം 12:14. പിള്ളേർക്ക് മെക്ഡിന്ന് ഞങ്ങൾ വാങ്ങി. സബ്വേന്നാണ് ഞങ്ങൾക്ക് വാങ്ങേണ്ടത്. തൊട്ടപ്പുറത്ത് സബ്വേ ഉണ്ട്, അവിടേക്ക് പോകണം.
കുറേ നല്ല രസമായിരുന്നു യാത്രകൾ. അടിപൊളി, ഓടിക്കാൻ നല്ല രസമുള്ള റൂട്ടായിരുന്നു, സൂപ്പറായിരുന്നു. സമയം 12:20. ഞങ്ങൾ 5 ദിവസം സബ്വേന്ന് അടിച്ച് കഴിച്ചു. ഇത് നമ്മൾ പോയി വണ്ടിയിൽ പിള്ളേരെ കയറ്റിയാണ്. നമ്മൾ എങ്ങനെ റെഡിയാൻ വേണ്ടി നേരെ പോണേ? റോക്ക് സിറ്റി അല്ലേ? ട്രെയിൻ കയറിയാണ്. ഓക്കെ, ട്രെയിൻ കയറുന്ന പരിപാടിക്കാണ് നമ്മൾ പരിപാടിക്ക് പോണത്. ബാക്കി അവിടെ എത്തിയിട്ട് നമ്മുടെ കാറിൻ്റെ വലിപ്പമാണ്. എനിക്ക് വലിപ്പറിയ വണ്ടി, നല്ല വണ്ടി. കാരണം പോയി റോഷേട്ട് ഓടിക്കാന്ന് പറഞ്ഞാണ്. അപ്പം റോഷേട്ടനാണെങ്കിൽ ഡ്രൈവർ. വണ്ടിയിൽ കയറട്ടെ. പോണത് ഇൻക്ലൈൻ റെയിൽവേക്കാണ്. ലുക്ക് ഔട്ട് മൗണ്ടൻ ഇൻക്ലൈൻ റെയിൽവേ എന്നുള്ള പരിപാടിക്കാണ് പോണത്. ഇവിടുന്ന് എത്താറായി, തൊട്ടടുത്ത് തന്നെയാണ്. എത്ര മിനിറ്റ് കാണിക്കണേ? 7 മിനിറ്റ് അല്ലേ? ഇവിടെ നിന്ന് 6 മിനിറ്റ് കാണിക്കണല്ലോ കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിച്ച സ്ഥലത്ത് നിന്ന്. ഇവിടെ ഉണ്ട് കേട്ടോ പരിപാടികൾ. കേബിള്, വെള്ളപ്പരിപാടികൾ, ചുരം കയറി ഇറങ്ങലാണ്. ഇവിടെ മൊത്തം ചാറ്റനൂഗയിലാണ് നമ്മൾ എത്തിക്കണേ. ടെന്നസിയിൽ നമ്മൾ നാഷ്വില്ലിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഒരു 2 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയേക്കാണ്. ഉച്ചത്തെ ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങളിത് ആ ട്രെയിൻ പരിപാടിക്ക് പോവാണ്. നല്ല ഭംഗിയുള്ള ഏരിയകൾ. ഇത് ശരിക്ക് ഈ സ്ഥലത്തേക്ക് ഫോൾ സമയത്തൊക്കെ വന്നാണ്ടല്ലോ തകർക്കും. മൊത്തം കളർഫുൾ ഏരിയയും. ഇപ്പൊ വിന്റർ ആയതുകൊണ്ടേ റോഡായി. വിന്റർ ടൈം ആയതുകൊണ്ടാണ് ഈ മരങ്ങൾ ഇങ്ങനെ നിൽക്കണേ. അല്ലെങ്കിൽ നല്ല ഭംഗിയായനെ. ആ സമയത്ത് ഒരു 3 മാസം മുമ്പാണ് വരുന്നത് വെച്ചാൽ ഫോൾ സീസണില്. ഇതവിടെ പിന്നിൽ എന്താ പിള്ളേര് പറയുന്നുണ്ട്? എന്താണ് എന്താ കാര്യം? ഓ, ടെന്നസിയിൽ കുറെ ബെയർ ഉണ്ട്. ഇത് എന്ത് ബ്ലാക്ക് ബെയർ. നമ്മളവിടെ എത്തിയിരിക്കുന്നു. അവിടെ ഇൻക്ലൈനില്ല. അവിടെ നിന്നാണ് കയറുക. അവിടെ നിന്നാണ് അതിന് സ്റ്റോപ്പ്. വണ്ടി ഇവിടെ എവിടെയെങ്കിലും വെക്കാം. നമ്മളിങ്ങനത്തെ എന്തൊരു ട്രെയിൻ പരിപാടിയാണ് ഇവിടെ കാണാല്ലേ. ലുക്ക് ഔട്ട് മൗണ്ടൻ ഇൻക്ലൈൻ റെയിൽവേ കണ്ടോ? ഇതാണ് സ്ഥലം കണ്ടോ? വണ്ടികൾ എന്താ നോക്കണം. ലുക്ക് ഔട്ട് മൗണ്ടൻ. ഇതെന്തോ പരിപാടി നോക്കണം എന്താണെന്നുള്ളത്. ഇത് ഇങ്ങനെയുള്ള പരിപാടിയാണ്. ഇങ്ങനെയുള്ള പരിപാടിയാണ് നമുക്ക് പോകാനുള്ളത്. നല്ല ആൾക്കാരുണ്ട്. എങ്ങടാ നമ്മള് പരിപാടിന്റെ അടുത്ത്? രണ്ടെല്ലാരും കൂടെ ഇപ്പൊ 2 മണിക്കാണ് ടൈം കിട്ടിയേക്കണേ. കൊളറാഡോയില് ട്രാവല് പോയിരുന്നല്ലോ എസ് പാർക്കില്. അപ്പൊ അതിന്റെ വേറെ രൂപമാവും. ഇവിടുന്ന് ട്രെയിനിൽ മുകളിൽ കയറിയിട്ട് അവിടെ എന്തെങ്കിലും വ്യൂ ഉണ്ടാവും. ട്രെയിൻ ഇവിടെ ഒരുങ്ങിയിരിക്കുന്നുണ്ട്. ട്രെയിൻ ഇങ്ങനെ കയറി പോവാണ്. അറ്റത്തേക്ക് കാണാല്ലേ. അറ്റം വരെ അങ്ങനെ പോണ്ടാവും ട്രെയിൻ. അടിപൊളി. നമുക്ക് കയറാൻ പറ്റുമോ? ഓക്കെ. നമുക്ക് ഇതിൽ കയറാന്നാ. സമയം കളയണ്ട. സീറ്റില്ല വേണോ? റോഷൻ്റെ അതിൽ സീറ്റില്ല വേണോ? ഇത്ര ആൾക്കാർക്ക് കയറാൻ പറ്റില്ല. ഇതിൽ കയറാൻ പറ്റുമോ നോക്കി നോക്കാം. ഓ പറ്റില്ലേ? അതേ പിള്ളേരോട് ഇതിൽ കയറാൻ സീറ്റില്ലടി. അടുത്തില്ല പറ്റില്ല. അത് പോയി. നമുക്ക് പ്രസ്സിൽ കിട്ടില്ല. അടുത്ത പ്രസ്സിൽ കയറാം. 72 ഡിഗ്രി എന്നാണ് കണ്ടത്. 72 ഡിഗ്രിയിലേക്ക് ശരിയാക്കണല്ലേ? ഓക്കെ. അത്യാവശ്യം ദൂരം കാണിക്കണ്ടേ. 10 മിനിറ്റിന്റെ റൈഡാണ്. പിന്നെ 72 ഡിഗ്രി ആണ് ചെരിവുള്ള. ഇങ്ങനെ ഇവിടുന്ന് കാണിച്ചു തരാം. നോക്കട്ടെ. നിങ്ങൾക്ക് കാണുന്നില്ല. അറ്റം വരെ മുകളിലേക്ക് ഇങ്ങനെ പോണ കാണാം. 72.7 ഡിഗ്രി. ഓ ഗ്രേഡ്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി. മൈലോ. ഓ ഓക്കെ ഓക്കെ. അടിപൊളി. നമ്മൾ വെയിറ്റിംഗിലാണ്. വെയിറ്റിംഗ് ആമി തലയാട്ടണ്ട. ഞങ്ങൾ ഫസ്റ്റ് തന്നെ എത്തി. അടുത്ത ക്യൂല് നമ്മൾ ഫസ്റ്റ്.
ട്രെയിൻ വന്നു, നമ്മളെ ട്രെയിൻ വന്നു, നമ്മൾ കയറാൻ പോവാ. ആമിക്കുട്ടി തലമുട്ടിയില്ലേ എന്റെ അടിയിൽ കളിച്ചിട്ട് വേഞ്ചില്ലേ? ഓ കുറെ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ കയറാൻ വരാൻ, കുറെ പേരുണ്ട്, ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ നടോ താങ്ക് യു. ചെരിഞ്ഞിട്ടാണ് വീഴാൻ ചാൻസ് ഉണ്ട്, ചെരിയും. അയ്യോ ചെരിഞ്ഞിട്ടാണ്, നടക്കാൻ പറ്റില്ല. തിരിച്ചു കയറുമ്പോ രസാവും. സ്റ്റെപ്പുകളൊക്കെ ചെരിഞ്ഞിട്ടാണ്, അങ്ങടായിട്ടാണ്. നല്ല രസമാണ് കേട്ടോ. ഇവിടെ സ്ലോപ്പായിട്ടാണ് കയറ്റം, ഇറങ്ങുമ്പോൾ രസമായിരുന്നു. റെഡി അല്ലേ റോഷേട്ടാ? രേഷ്മ റെഡി അല്ലേ? നീ റെഡി അല്ലേ? അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. നമ്മുടെ യാത്ര തുടങ്ങുന്നു. Most amazing mile. Our incline car will travel nearly 1 mile straight tons to 100 wider inch canyons. Incline car crossing as one car. സൈഡിലൊക്കെ വീടുകളൊക്കെ ഉണ്ടല്ലേ, ഇതിൽ കൂടെ വണ്ടി കിടക്കുന്നുണ്ടാവും. ഇവിടെ നല്ല ഫോൾ സീസണിലാണെങ്കിലേ അല്ലേ റോഷേട്ടാ? ഫോൾ സീസണിലാണെങ്കിൽ ഇതൊക്കെ എന്ത് ഭംഗിയുണ്ടാവില്ല. അതെ നല്ല വ്യൂ ആണ് നിങ്ങളുടെ. അയ്യോ എന്റെ കാലുണ്ട് പേടിക്കല്ലേ. ഏകദേശം 10 മിനിറ്റിനടുത്ത് കയറിയില്ലേ? പേടിച്ചിരിക്കണ നീക്കെന്തേ പേടിക്കണേ? നമുക്ക് നീ അങ്ങോട്ട് നോക്കിയാൽ മതി, അവിടെ നോക്കിയാൽ മതി. ഓക്കെ അടിക്ക് നോക്കണ്ട, ഓക്കെ അടിക്ക് നോക്കണ്ട കേട്ടോ. ഓ അടിപൊളി, ഇത്ര ഹൈറ്റിലാട്ടോ നമ്മള്. നല്ല ഇഷ്ടായ സ്ലൈഡ് നിക്കാൻ പറ്റില്ല, ഇവിടെ ചെരിഞ്ഞിട്ട് അവിടെ കാലിങ്ങനെ ചെരിഞ്ഞിട്ടാ നിക്കണേ. ഇങ്ങോട്ട് കയറണം, മൊത്തം മുകളിലേക്ക് കയറണം. അയ്യോ അടിപൊളി കേട്ടോ. അയ്യോ നൈസ് നൈസ്. ഇത്ര ഹൈറ്റിന് നമ്മളിങ്ങനെ പോയി, ഇത്ര ഹൈറ്റിലേക്ക് കയറി. നീ കയറാൻ എളുപ്പമില്ലാട്ടാ, കയറുക. നീ ഇറങ്ങ്, ഞങ്ങളുടെ നടുക്കിലടക്ക്. പതുക്കെ പതുക്കെ. പോ. കയറാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതെ, കയറാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നമ്മളിത്ര ഇങ്ങനെ കയറുകയാണ്. ശരി അങ്ങനെ നമ്മൾ കയറി. ഇനി ഇവിടെ ഷോപ്പുണ്ട്, വേണം എന്താ ഷോപ്പുകളുടെ പരിപാടികളാണ്. ട്രാക്ക് 2 ഉണ്ട് ഇവിടെ അല്ലേ? നോക്കാളാണ് ഇവിടെ ഒരു നോക്കാൻ പറ്റില്ല, കാശ് തന്നെ 25 സെൻസ് ഇട്ടാൽ വ്യൂ കിട്ടും. ഇത്ര ഹൈറ്റ് നമ്മൾ വന്ന് ഇത്ര ഹൈറ്റിലാണ് കേട്ടോ കാണണേ. ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ കുറെ മരങ്ങളും കാർ ഓടിച്ച് കയറി വരാൻ പറ്റുന്ന സ്ഥലം ചേട്ടത്.
നേരെ ഇറങ്ങല വടിക്ക് പൂന്ന് പറഞ്ഞിട്ട്. സൂപ്പർ ആയില്ലേ? വാ വാ വാ. ഇങ്ങനെയാണ് ഇവിടെ റെസ്റ്റ് റൂം ഉണ്ട്. ട്രാക്ക് വേണം. തിരിച്ചു പോകാൻ 2 ട്രാക്ക് ഉണ്ട് അല്ലേ? ട്രാക്ക് അല്ല ഇത് 2 ട്രാക്ക് അല്ല. ട്രാക്ക് 2 പറഞ്ഞെങ്കിൽ ഒന്ന് നടന്നിട്ട് അടിക്ക് ഇറങ്ങി കാർ എടുക്കാനുള്ള സ്ഥലമാണ്. അടിപൊളിയുണ്ട്. ഇവിടെ എൻ്റെ ഷോപ്പുകളുണ്ട് കേട്ടോ. ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങാം. ഇവിടെ വന്നതിൻ്റെ ഓർമ്മയ്ക്കൊക്കെ എന്തെങ്കിലും വാങ്ങാത്തേ ഉള്ളൂ. കയറൂ, നടന്നോളൂ. ആണോ? ഇതാണ് മെയിൻ ഒബ്സർവേഷൻ ഏരിയ. ഇവിടുന്ന് 6 സ്റ്റേറ്റ് കാണാൻ പറ്റുന്നതാണ്. 6 സ്റ്റേറ്റ് കാണാൻ പറ്റുമോ? അത് കാണില്ല. ഇതിൽ കാണാൻ പറ്റുമോ? ഇതാണ് സ്ഥലം. വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ വീടുകളും എല്ലാം ഉണ്ട്. ഈ ഹൈറ്റിലൊക്കെ കാണാൻ പറ്റും അവിടെ. ഇതൊന്നും കാണാനില്ല. 25 സെൻറ്റ് പറയുന്നുണ്ട്. പക്ഷെ അതിൽ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. നോക്കിയേക്കാം. ഇതിൽ കാണാൻ പറ്റുമോ നോക്കിയേക്കാം. കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതോ ചേട്ടാ? അതെയാ, 6 സ്റ്റേറ്റ് കാണാൻ പറ്റത്തില്ല ഇവിടുന്ന്. ഓ, 6 സ്റ്റേറ്റ് കാണാൻ പറ്റുന്ന ഏതാ 6 സ്റ്റേറ്റ് നിങ്ങൾക്ക് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുള്ളൂ. അറ്റത്തൊക്കെ ആവൂല്ലേ? ഇവിടെ കാർ ഓടിച്ച് കയറാൻ പറ്റുന്നുണ്ട്. കാറുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. കാർ ഓടിച്ച് പറ്റുമായിരിക്കും തോന്നുന്നു. രേഷ്മ കാണണ്ട? നോട്ടെ നോട്ടെ ഞാൻ നോട്ടെ. ഇറങ്ങാണ്. അപ്പുറം നമുക്ക് അടിക്കല്ലേ വേണ്ടേ? ഞാൻ നോക്കിയിട്ട് നടക്ക്. നമ്മൾ വീണ്ടും തിരിച്ചിറങ്ങി ഒബ്സർവേഷൻ. നമ്മളിത് ഇറങ്ങി ഇതിനുള്ളിൽ കയറണ്ട. വല്ല വാങ്ങണ്ട ഇവിടുന്ന്. എന്താ നോക്കി നോക്കിയല്ലോ നമുക്ക്. ഇവിടുത്തെ ഷോപ്പുകളിലുള്ള ഐറ്റംസ്. ഇതൊക്കെ ട്രെയിനിന്റെ എന്താ? ഓ, കപ്പുകൾ ചെന്നിട്ടല്ലേ? മാഗ്നറ്റുകൾ ഉണ്ടാവേ. നമ്മൾ സ്ഥിരം വന്നാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങണ പരിപാടിയാണ്. നമ്മുടെ ഫ്രിഡ്ജ് പൊട്ടിക്കാനുള്ളത്. ഗ്ലാസുകൾ ഇട്ടിട്ട് നല്ല ഗ്ലാസുകളുണ്ട്. ഷോർട്ട് ഗ്ലാസ് ഉണ്ട്. ഓ, അടിപൊളി കണ്ടിട്ടോ. നേരെ തൊപ്പികളുണ്ട്. പിന്നെ ടെന്നസിയുടെ എല്ലാം ഉണ്ടെങ്കിൽ വാങ്ങാൻ. ചെറിയ ടീഷർട്ടുകളും ഇവിടുത്തെ ടീഷർട്ടും പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. ഇതെന്താ മിനി ബിൽഡിംഗ്? മറ്റേ ഇതുണ്ട് അല്ലേ, മിനി ബോട്ടിൽസ്. ഇത്രേ ഉള്ളൂ. അങ്ങനെ ഷർട്ടുകളും പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. ഷർട്ടും പരിപാടികൾ നിങ്ങൾ എടുത്തോ ഷർട്ടൻ? അങ്ങനെയല്ലേ? ഞങ്ങൾ സ്റ്റേറ്റിൻ്റെ വെച്ചിട്ട് എടുക്കാന്ന് വിചാരിച്ചു. ഇതല്ലാതെ ഇപ്പോൾ ടെന്നസി വന്നിട്ട് ടെന്നസി വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും ഉണ്ടോ നോക്കാൻ. ഇത് കുഴപ്പമില്ല. ഇത് കാണാൻ രസമുണ്ട്. രസമുണ്ട്. ഇതിലെല്ലാം ഉണ്ട് അല്ലേ ടെന്നസിയുടെ. നമുക്ക് റോക്ക് സിറ്റി പോയിട്ട് വേറെ എടുക്കാം. ഇല്ലേ? ഇത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. ഇവിടെ ട്രെയിൻ വീണ്ടും വെയിറ്റ് ചെയ്യണം. കുറേ ഇവിടത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെ പരിപാടികൾ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ചെറിയ ബുക്കുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പറഞ്ഞത് നമ്മളിപ്പോൾ കയറിയ ഇൻക്ലൈൻ റെയിൽവേ ഇവിടെയാണ്. മെയിനായിട്ട് നമ്മൾ ഈ റോക്ക് സിറ്റിയും റൂബി ഫോൾസാവും മെയിനായിട്ട് നമ്മൾ സിയാറ്റിൽ അല്ല ടെന്നസിയിൽ ഞങ്ങളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണ ഈ 2 സ്ഥലമാവും ഇപ്പോഴുള്ള. ഇതും ഒരുമിച്ചാണ്. ഇതിപ്പോൾ ഏതൊക്കെ ലുക്ക് ഇൻക്ലൈൻ റെയിൽവേ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് 3rd വൺ റൂബി ഫോൾസും. ഇത് 3 ഒരുമിച്ചാണ്.
ആടെ ഓ അടിപൊളിയായിട്ടുള്ള സൂപ്പർ മാഗ്നറ്റ് അടിപൊളി. ചേട്ടൻ തല്ലൂടാണോ? അതെ. അങ്ങനെ നമുക്ക് പോകാനുള്ളത് വന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ചിറങ്ങി ക്യൂലാണ് നമ്മള് കയറായി. നമ്മുടെ കയറാൻ പോവാണ്. കുറച്ച് സമയം നമ്മളിവിടെ ചിലവാക്കി, ഒരു 40 മിനിറ്റ് അല്ലേ? നമ്മൾ ഏകദേശം 40 മിനിറ്റ് അല്ലേ ഇവിടെ ചിലവാക്കിണ്ടാവുള്ളൂ. തിരക്കുണ്ട് കേട്ടോ. ഓരോ 10 മിനിറ്റ് എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് വണ്ടി വിടുന്നത്? ഒരമണിക്കൂർ കൂടുമ്പോഴും ട്രെയിൻ ഉണ്ട് അല്ലേ? മിക്ക കൂളിംഗ് ഗ്ലാസ് വെച്ച് കണക്കുണ്ട് കേട്ടോ അല്ലേ? നോക്കി കയറിക്കോട്ടെ, വീഴും. പറഞ്ഞല്ലേ ഞാൻ. മുകളിലിരിക്കാനല്ലേ ഏറ്റവും മുകളിലുള്ള അമൂല്യ? അവിടെ മതി അമൂല്യ. ശരിച്ചിട്ട് വീഴാൻ ചാൻസസ് കൂടുതലാ അല്ലേ? അടിയിൽ നിന്ന് അത്ര പേടിയില്ല. വേണ്ടാ അവിടെ അയ്യോ നമ്മൾ തിരിച്ചു പോയി. Rock Mountain Incline Railway, the world's steepest passenger railway, is America's most amazing mile. The incline railway will travel from an altitude of 2,100 feet above sea level at a speed of 600 feet per minute, straight down the face of Lookout Mountain to the Chattanooga Valley below. The grade of the track at the steepest point is 72.7%, giving the incline railway the unique distinction of being the steepest passenger railway in the world. The car in which you are riding was installed in March 2020, and its many windows were designed to offer a magnificent panoramic view of Lookout Mountain in all its natural splendor. In the spring, thousands of dogwoods bloom up and down the mountain. When you enter the passing switch and move past them, Chattanooga was known as the gateway to the south because it was a major rail center and had natural passes through the mountains. Chattanooga became the tickets of the Craven's house, purchased it and the surrounding 85 acres of its scenery, and the ride in the incline was an exciting experience. അങ്ങനെ നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മളെത്തി. ഇവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. ഗിഫ്റ്റ് ഷോപ്പ് ഇവിടെ പറഞ്ഞിട്ട് കേട്ടോ. എന്താ പരിപാടി? ഇടുക്കി വീഴൂട്ടാ. വീഴല്ലേ. അങ്ങനെ നമ്മളിത് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ റോക്ക് സിറ്റിയാണ് പ്ലാൻ ചെയ്യണേ. ഇവിടുന്ന് നമ്മൾ ഇറങ്ങാണ്. ബൈ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ ലുക്കൗട്ട് മൗണ്ടൻ ഇൻക്ലൈൻ റെയിൽവേ നമ്മൾ കടന്നു. ഇനി അടുത്ത് നമ്മൾ റോക്ക് സിറ്റി പ്ലാൻ ചെയ്തേക്കണേ. ഇവിടുന്ന് ഏകദേശം 7 മൈല് അല്ല 3.1 മൈല് 7 മിനിറ്റ് കാണിക്കണേ. സീനിക് ട്രെയില്, റോക്ക് ഫോർമേഷൻസ്, പനോരമിക് വ്യൂസ്, സെൽഫ് ഗൈഡഡ് ടൂർ ആണ്. ഓക്കെ. 4,100 foot walking trail. Okay. 2 unique sandstone formations. Gardens, swinging bridges. Okay. See 7 states view. അതാണ് അതിന്റെ പ്രത്യേകത. 7 സ്റ്റേറ്റ് വ്യൂ ഉണ്ടല്ലോ അവിടുന്ന്. ഓക്കെ. 1.5 to 2 മണിക്കൂർ ടൈം എടുക്കും. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ ഹോട്ടലിൽ പോവാം. ഓക്കെ. പോട്ടെ. റോക്ക് സിറ്റി, സ്റ്റാർബക്സ് അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ പല ഭാഗത്തേക്കുണ്ട്. ആരോട്ടുണ്ട് അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നല്ല തിരക്കുണ്ട് കേട്ടോ. കുറേ വണ്ടികളുണ്ട്. ഒരു ജീപ്പ് റാംഗ്ലർ ഇരിക്കുന്നുണ്ട്. ജീപ്പ് സഹാറ ഇരിക്കുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ ഇവിടെ രാത്രി ലൈറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ കയറിയിട്ട് ടിക്കറ്റ് എടുത്ത് രാത്രിയിലത്തെ ലൈറ്റിങ്ങും അത് കണ്ടിട്ട് ഇറങ്ങണ്ടാവുള്ളൂ. സമയം ഏകദേശം 3:37 ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇറങ്ങിയിട്ട് അപ്പോഴേക്കും പെട്ടെന്ന് ഇരുട്ടും. 5 മണി 5 കാലങ്ങൾക്ക് ഇരുട്ടാവും. അപ്പോൾ ആ രാത്രിയിലത്തെ ലൈറ്റിങ്ങും കണ്ടിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചേക്കാണ്. നമ്മളിപ്പോൾ റോക്ക് സിറ്റി എത്തിയിരിക്കുകയാണ്. നോക്കാം. ഇവിടെ ഡൈനിങ് ഒക്കെ ഉണ്ട്. ഫുഡ് പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടാകാൻ നോക്കണം. അങ്ങനെ